ഹലോ ഗൈസ്, നമ്മൾ കുറേ നാളായിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറയുക. അപ്പം ഒരുപാട് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ഇന്ന് ഞായറാഴ്ച നമ്മൾ നേരെ രാവിലെ അങ്ങ് കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മൾ നേരെ കണിച്ചുകുളങ്ങര അമ്പലത്തിലോട്ടാണ് വന്ന. ഈ അമ്പലം ഒരുപാട് ഫേമസ് ആണ്. ഇവിടുത്തെ വഴിപാടുകളും അതുപോലെ തന്നെ ഫേമസ് ആണ്. ചിക്കര വഴിപാടും പുഴുക്ക് വഴിപാടും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഈ വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട്, ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി. ഒരുപാട് ഐതിഹ്യങ്ങളുടെ കൂടി മണ്ണാണ് ഈ മണ്ണ്. ഇവിടുത്തെ യക്ഷിയമ്മ സ്വയംഭൂവാണെന്നും അതിന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഈ കാണുന്ന സ്ഥലമൊക്കെ പണ്ട് കടലായിരുന്നു എന്നും ദേവി കളിച്ചുതുള്ളി വന്നു കപ്പൽ ഇവിടെ വെച്ച് തകർന്നു പോയെന്നും പിന്നീട് ഇവിടെ കുടികൊണ്ടെന്നും ഇവിടുത്തെ അമ്പലക്കുളത്തിൽ ആ കപ്പലിൻ്റെ അവശിഷ്ടം ഇന്നും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ അമ്പലത്തിൽ ഒരു കളിത്തട്ടുണ്ട്. ആ കളിത്തട്ട് ദേവി വന്ന കപ്പലിൻ്റെ ആ തടി കൊണ്ടുണ്ടാക്കിയതെന്നാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ് ദേവിയുടെ മണ്ണ്. പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടെ അടുത്ത് തന്നെ ഒരു കൃഷ്ണൻ്റെ കുഞ്ഞമ്പലമുണ്ട്. മാവുങ്കേ കണ്ണൻ എന്നാണ് പേര്. അപ്പം നമ്മൾ നേരെ ആ കണ്ണൻ്റെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ കണ്ണൻ്റെ അമ്പലത്തിൽ ചെന്ന് അന്നേരം ശാന്തി അവിടെ കണ്ണന് ചാർത്തിയ പൂമാല എനിക്ക് തന്നു ഗൈസ്. പിന്നെ നമ്മളൊരു തൃക്കൈ വെണ്ണ കൂടി നടത്തി. 25 രൂപയായിരുന്നു ഈ തൃക്കൈ വെണ്ണയ്ക്ക്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു ഗൈസ്. ആ വെണ്ണയും പഴവും കൂടി കൂട്ടിക്കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയാവോ? ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് റെയിൽവേ ക്രോസ് അടച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ട്രെയിൻ പോകുന്നേ നോക്കി ഞങ്ങൾ അങ്ങനെ നിന്നു. അപ്പം ഞാൻ അവളോട് പറയുമായിരുന്നു, എന്നെ ആദ്യമായിട്ട് ട്രെയിനിൽ കയറ്റുന്നത് ഇവളാണ് ഗൈസ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ സമയം കൊണ്ട് സംസാരിച്ച്. പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം ഈ റെയിൽവേ ക്രോസിനപ്പുറത്ത് ഒരു പൊറോട്ട കട ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ആ പൊറോട്ടയുടെ സ്മെല്ല് കേട്ടിട്ട് ഞങ്ങൾ നോക്കിയതാണ്. അപ്പോൾ ആ കട നോക്കിയാണ് പിന്നെ ഞങ്ങൾ പതിയെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം കടയെത്തും എന്നും പറഞ്ഞ് ഞങ്ങൾ പോകുന്നത്. കാരണം ആ റെയിൽവേ ക്രോസ് ചെയ്തിട്ടാണ് കടയെന്ന് ഞങ്ങൾക്കറിയാം. അല്ലാതെ നമുക്കൊന്നും അറിയത്തില്ല. ആ സ്മെല്ലാണ് ഗൈസ് നമ്മളെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത്. അത്ര അടിപൊളിയായിരുന്നു. അപ്പം സ്ലോ ചെയ്യാൻ കാര്യം അതാണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതല്ലായിരുന്നു ഗൈസ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതായിരുന്നു പൊറോട്ടക്കട. കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അപ്പം ഞാൻ നേരെ ചെന്ന് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് പൊറോട്ട മാത്രമേ ഉള്ളൂ, ബീഫ് എന്ന്. ആ സന്തോഷം അവിടം വരെ നിന്നുള്ള ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കോളേജ്, SM കോളേജ്. ഇവിടെയാണ് ഞങ്ങൾ 2-3 വർഷം പഠിച്ചത്. അതിന് നേരെ ഓപ്പോസിറ്റോട്ടുള്ള ആ വാട്ടർ ടാങ്കിൽ ഒരു വട്ടം ഞാനും അവളും കൂടി കയറാൻ പോയതാണ്. പാതി കയറി എനിക്ക് തലകറങ്ങുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോന്നു. അപ്പം നമ്മളിതേ കഞ്ഞിക്കുഴി കഴിഞ്ഞ് മുഹമ്മയ്ക്ക് അടുത്തൊരു കടയിലാണ് കയറിയത്. അപ്പോൾ അവർ പറഞ്ഞു ബീഫ് കറി 5 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല, പെട്ടെന്ന് ആവുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പോയതാണ്. എന്നാൽ കൺഫേം ചെയ്തിട്ട് ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് മക്കളെ 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആകുമെന്ന് പറഞ്ഞു. ഈ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി അവർ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് കറി കൊള്ളാമായിരിക്കുമോ ഇല്ലേ എന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. കാരണം ഇതിന് മുമ്പ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയാനില്ല ഗൈസ്. ആ ബീഫ് അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ബീഫും പൊറോട്ടയായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞു ബ്ലോഗ്. അപ്പം ബൈ ഗൈസ്.